പെരുന്നാളൊക്കെ എടുത്തതുകൊണ്ട് വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടി ഞാനും ഒക്കെയും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിട്ടുള്ളായിരുന്നു. നേരത്തെ ഇറങ്ങിയ കാര്യം പെരുന്നാളിന് ഒരു 4-5 ദിവസത്തിന് മുമ്പേ ഞങ്ങൾ കുറച്ച് തിരക്കായിരിക്കും. കാരണം ഞങ്ങൾ സ്റ്റാൾ ഇടുന്നുണ്ട് ഡ്രസ്സിൻ്റെ. അപ്പോൾ അതിൻ്റെ പുറകിന് പോകുമ്പോഴത്തേക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നേരത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. അത്യാവശ്യം നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബിസ്മിയിൽ. അങ്ങനെ അവിടുന്ന് ബില്ലൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ നേരെ മുട്ട വാങ്ങിക്കാനായിട്ട് പോകുന്നത്. മാസത്തെ ഒരു ട്രീ മുട്ട ഞങ്ങൾ വാങ്ങിച്ചു വെച്ചു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഡ്രസ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി എനിക്ക് ഒരു ട്രൈപോഡ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതാകുമ്പോൾ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. മിക്കവാറും ഇക്ക വന്നു കഴിഞ്ഞാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുക. ഇനിയുള്ള പരിപാടി വാങ്ങിച്ച സാധനങ്ങളൊക്കെ അടുക്കി വെക്കണം. പിന്നെ ഒരു കിച്ചൺ ടവല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സെറ്റായിട്ട് 4 എണ്ണം എന്തോ 75 രൂപ ഉള്ളായിരുന്നു. ഇന്നയാണ് നോമ്പോറൊക്കെ പുറത്തുനിന്നായിരുന്നു. വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. വീട്ടിൽ ഞാൻ ഫോൺ കുത്തിയിട്ടേക്കുമായിരുന്നു. പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ പോയി ഞങ്ങൾ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 9 മണി ആകാറായിരുന്നു. സാധനം വാങ്ങിച്ച കൂട്ടത്തിൽ കുറച്ച് മീനും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നോമ്പ് തുടങ്ങിയ സമയം തൊട്ടേ ചിക്കനും ബീഫും ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ചോറും കറിയൊക്കെ കഴിക്കാനായിട്ട് കൊതിയായിട്ട് വയ്യായിരുന്നു. അങ്ങനെ ഇക്കയും കൊച്ചുകൂടെ ടിവിയും കണ്ടോണ്ടിരിപ്പുണ്ട്. ഞാൻ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോര് കാച്ചിയതാക്കാൻ വേണ്ടി ഉമ്മീനെ വിളിച്ച് ചോദിച്ച് ഒക്കെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ഞാൻ മോര് കാച്ചിയത് ഉണ്ടാക്കിയത്. ആദ്യമായിട്ടാണ് വെക്കുന്നത്. മീനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഞാനും വയ്ക്കാൻ കഴിക്കത്തുള്ളൂ. പിന്നെ ഇങ്ങനെ ചെമ്മീൻ ഉണ്ട്, കൊഞ്ച്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പം ഇന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും കൂന്തൽ ഇരിപ്പുണ്ടായിരുന്നു. ചില സ്ഥലത്ത് കണവയെന്നൊക്കെ പറയും ചിലവർ. അങ്ങനെ അത് റോസ്റ്റ് ചെയ്ത് മോര് കാച്ചിയതൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ മോര് കാച്ചിയതും ആക്കി കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അതും എടുത്ത് ഫ്രൈ ചെയ്ത് അങ്ങനെ കൂന്തൽ റോസ്റ്റിനുള്ള സവാളയൊക്കെ അത്യാവശ്യം വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ പൊടികളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചധികം എരിവിലാണ് ഞാൻ ഉണ്ടാക്കിയത്. കാരണം മോര് കാച്ചി ഉള്ളപ്പോഴത്തേക്ക് എന്തെങ്കിലും എരിവുള്ള കഴിക്കാൻ അടിപൊളി. അങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനകത്തോട്ട് കുറച്ച് സവാളയൊക്കെ ഇട്ട് പിന്നെ മാങ്ങ ഉപ്പുമുളകൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സാധനം വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഒരു പാക്കറ്റ് മുറുക്ക് പോലത്തെ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക എന്തോ റീലൊക്കെ കണ്ടിട്ട് എനിക്ക് അത് അയച്ചു തന്നിട്ട് ഒരെണ്ണം ഉണ്ടാക്കി തന്നു. കുറച്ച് ആൾക്ക് മുമ്പ് ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം ട്രെൻഡിങ് ആയിരുന്നു. ഈന്തപ്പഴത്തിനകത്തോട്ട് കുറച്ച് ഉപ്പുമുളക് പൊടിയും വിനാഗിരിയൊക്കെ ഒഴിച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അതൊന്ന് മിക്സിയുടെ ചാറിനകത്തിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് മസാല റെഡിയാവും. പിന്നെയും മുറുക്കൊക്കെ ഇട്ട് റെഡിയാക്കി കഴിച്ചാൽ മതി. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് അടുക്കളയെല്ലാം ഒതുക്കി ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഞങ്ങളുടെ മുറുക്കൊക്കെ ഇരുന്ന് കഴിക്കുമായിരുന്നു. ടി വി കണ്ടുകൊണ്ടിരുന്നത്. ജോലിയെല്ലാം കഴിഞ്ഞ് എവിടെയെങ്കിലും വന്നിരിക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾ മടിയിലും വന്ന് കിടക്കും, ഒരാൾ സൈഡിലും മാറിയിരിക്കും. അങ്ങനെ പിന്നെ ചോറും കറിയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് ഞാനെല്ലാം കൊണ്ട് ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂട് ചോറും കൂന്തൽ റോസ്റ്റും മോര് കാച്ചിയതും ചിക്കൻ പൊരിച്ചതും മാങ്ങ ഉപ്പുമുളക് ഇട്ടതൊക്കെ ആയിട്ട് കഴിക്കാൻ അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.